ഇറ്റലിയിലെ മുന്തിരി പാകമാകാൻ സഹായിക്കുന്ന കാറ്റ്. ഉത്തരം ഫൊൻ. ഭൗമ ഉപരിതലത്തിലെ ഏറ്റവും താഴ്ന്ന ഭാഗം ഏതാണ്? ഉത്തരം ചാവുകടൽ. സൂര്യനെ ഒരു പ്രാവശ്യം പരിക്രമണം ചെയ്യാൻ ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 365 ദിവസം 6 മണിക്കൂർ 9 മിനിറ്റ് 9 സെക്കൻഡ്. ലിബിയയുടെ ദേശീയ ഫലം ഏതാണ്? ഉത്തരം മാതളം. ഇന്ത്യയിൽ ആദ്യമായി ഇക്കോ ടൂറിസം നടപ്പിലാക്കിയത് എവിടെയാണ്? ഉത്തരം കേരളത്തിലെ കൊല്ലം ജില്ലയിലെ തെന്മലയിൽ. 2001 ഒക്ടോബർ 15-നാണ് ഇത് നിലവിൽ വന്നത്. പ്രകൃതി കൃഷിയുടെ പ്രയോക്താവും പ്രചാരകനുമായി വാഴ്ത്തപ്പെടുന്ന ജപ്പാൻകാരനായ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ഉത്തരം മസനോബു ഫുക്കുവോക്ക. ഭൂമിയിൽ വെള്ളത്തിന്റെ 97.2% എങ്ങനെയുള്ള വെള്ളമാണ്? ഉത്തരം ഉപ്പ് കലർന്ന കടൽ വെള്ളം. ത്രിഗന്ധിക എന്നറിയപ്പെടുന്ന സസ്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ചന്ദനം, അകിൽ, രക്തചന്ദനം. ഇന്ത്യയുടെ പൈതൃക മൃഗം ഏതാണ്? ഉത്തരം ആന. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം അലുമിനിയം. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്? ഉത്തരം കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ. മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം കുമ്മായം. ലോക കമ്പോളത്തിൽ ഏറ്റവും അധികം ക്രയവിക്രയം ചെയ്യുന്ന മത്സ്യം ഏതാണ്? ഉത്തരം ചെമ്മീൻ. ഇന്ത്യയിൽ ഏറ്റവും ചെറിയ കടുവ സംരക്ഷണ കേന്ദ്രമായ ബോർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മഹാരാഷ്ട്ര. ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ളത് ഏത് താപനിലയിലാണ്? ഉത്തരം 4 ഡിഗ്രി സെൽഷ്യസ്. ഇറാന്റെ ദേശീയ ഫലം ഏതാണ്? ഉത്തരം മാതളം. വെള്ളത്തുള്ളിക്ക് ഗോളാകൃതി നൽകുന്നത് ഏത് പ്രതിഭാസമാണ്? ഉത്തരം പ്രതലബലം. ഏറ്റവും വലിയ നദി? ഉത്തരം ആമസോൺ. കാസിരംഗ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ആസാം. മാൻഡലിന് തൊട്ടു താഴെയുള്ള ഭാഗം ഏതാണ്? ഉത്തരം കാമ്പ്. റീത്ത, കത്രീന, വിൽമ, ഐവാൻ, ഒഫീലിയ, ബീറ്റ് എന്നിവ എന്താണ്? ഉത്തരം അമേരിക്കൻ തീരങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റുകൾ. മണ്ണുദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 5. ഭൂമിയുടെ ഭൂമധ്യരേഖ ചുറ്റളവ് എത്രയാണ്? ഉത്തരം 40,075.16 കിലോമീറ്റർ. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യം ഏതാണ്? ഉത്തരം തിമിംഗല സ്രാവുകൾ. ഓസോൺ കവചത്തെ കണ്ടെത്തിയത് ഏത് വർഷമാണ്? ഉത്തരം 1913. കേന്ദ്ര സർക്കാരിന്റെ വനം പരിസ്ഥിതി മന്ത്രാലയം ടാക്സോണമി അഥവാ വർഗീകരണ ശാസ്ത്രം എന്ന ശാഖയിലെ ഗവേഷണ പഠനങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നവർക്ക് നൽകുന്ന ദേശീയ പുരസ്കാരത്തിന്റെ പേര് എന്താണ്? ഉത്തരം EK ജാനകിയമ്മാൾ അവാർഡ് ഓൺ പ്ലാന്റ് ടാക്സോണമി, EK ജാനകിയമ്മാൾ അവാർഡ് ഓൺ അനിമൽ ടാക്സോണമി. രാസപരമായി ജലം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഡൈഹൈഡ്രജൻ ഓക്സൈഡ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവായി വിശേഷിപ്പിക്കുന്ന നൊബേൽ പുരസ്കാര ജേതാവായ അമേരിക്കൻ കൃഷിശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം നോർമൻ ബോർലോഗ്. ഭൂമിയിലെ ശുദ്ധജല ശേഖരം ആകെയുള്ള ജലത്തിന്റെ എത്ര ഭാഗം വരും? ഉത്തരം 3%. ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനം ജലമുണ്ട്? ഉത്തരം 67 മുതൽ 70%. ഡോക്ടർ M.S. സ്വാമിനാഥനെ കുറിച്ച് ഡോക്ടർ R.V. അയ്യർ എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം M.S. സ്വാമിനാഥൻ, സയന്റിസ്റ്റ് ആൻഡ് ഹ്യൂമനിസ്റ്റ്. ഏറ്റവും വലിയ ദ്വീപ്? ഉത്തരം ഗ്രീൻലാൻഡ്. ഇന്ത്യയിൽ ആനകൾ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം കർണാടകം. പാമ്പ് വർഗത്തിൽ ആൺപാമ്പുകളെ കണ്ടെത്തിയിട്ടില്ലാത്ത ഇനം ഏതാണ്? ഉത്തരം കുരുടിപ്പാമ്പ്. ജനസംഖ്യ ഏറ്റവും കൂടിയ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. അന്തരീക്ഷത്തിൽ വായുവിന്റെ സാന്നിധ്യം ഏകദേശം എത്ര കിലോമീറ്റർ വരെയാണ്? ഉത്തരം 700 കിലോമീറ്റർ വരെ.
സമുദ്രനിരപ്പിൽ നിന്നും കരയുടെ ശരാശരി ഉയരം എത്രയാണ്? ഉത്തരം 756 മീറ്റർ. വ്യക്തമായ അന്തരീക്ഷമുള്ള ഏക ഗ്രഹം ഏതാണ്? ഉത്തരം ഭൂമി. എന്നാണ് മരുഭൂവൽക്കരണ വിരുദ്ധ ദിനം? ഉത്തരം ജൂൺ 17. ഭാരതത്തിലുള്ള ഏക ആൾക്കുരങ്ങ് വർഗം ഏതാണ്? ഉത്തരം ഹൂളോ ഗിബൺ. വൃക്ഷ സംരക്ഷണം മുഖ്യ ലക്ഷ്യമായ ചെപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. കാൽസ്യം മഗ്നീഷ്യം ലവണങ്ങൾ അലിഞ്ഞു ചേർന്ന ജലം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കഠിനജലം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ദേശീയ വൃക്ഷമായി അംഗീകരിച്ചിരിക്കുന്ന വൃക്ഷം ഏതാണ്? ഉത്തരം ഓക്ക്. ജലം നിറച്ച പാത്രങ്ങൾ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തിന്റെ പേര് എന്താണ്? ഉത്തരം ജലതരംഗം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് ആരംഭം കുറിച്ച വർഷം? ഉത്തരം 1966. ഏറ്റവും വലിയ ദ്വീപ് സമൂഹം? ഉത്തരം ഇന്തോനേഷ്യ. ഇന്ത്യയിൽ കണ്ടുവരുന്ന വിഷപ്പാമ്പുകളിൽ ഏറ്റവും നീളം കൂടിയത് ഏതിനാണ്? ഉത്തരം രാജവെമ്പാല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഏതാണ്? ഉത്തരം ഗരുഡശലഭം. കടൽ തീരം കൂടിയ രാജ്യം ഏതാണ്? ഉത്തരം കാനഡ. എന്താണ് ചക്രവാതം? ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇന്ത്യയിലും രൂപം കൊള്ളുന്ന ശക്തമായ ചുഴലിക്കാറ്റുകളാണ് ചക്രവാതങ്ങൾ. ഭൗമ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ്? ഉത്തരം 14 ഡിഗ്രി സെൽഷ്യസ്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഒരു പ്രാവശ്യം കറങ്ങാനെടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 23 മണിക്കൂർ 56 മിനിറ്റ് 4.09 സെക്കൻഡ്. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സസ്തനി? ഉത്തരം നീലത്തിമിംഗലം. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആരാണ്? ഉത്തരം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. സർദാർ സരോവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ഉത്തരം മേധാ പട്കർ. ഒലിവ് റിഡ്ലി ആമകൾ ഏറ്റവും കൂടുതൽ പ്രജനനം നടത്തുന്ന ലോകപ്രസിദ്ധ കടൽ തീരം ഏതാണ്? ഉത്തരം മെക്സിക്കൻ കടൽ തീരം. ജലത്തിന്റെ 3 അവസ്ഥകൾ ഏതെല്ലാം? ഉത്തരം ഖരം, ദ്രാവകം, വാതകം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. ഏറ്റവും ഉയരമുള്ള പർവ്വതനിര? ഉത്തരം ഹിമാലയം. ഇന്ത്യയിൽ പെരുമ്പാമ്പിനെ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ മേഖലയിൽ. ഏറ്റവും ചെറിയ സ്വതന്ത്ര രാജ്യം ഏതാണ്? ഉത്തരം വത്തിക്കാൻ. ഇന്ത്യയിൽ കറുത്ത മണ്ണ് വ്യാപകമായി കാണപ്പെടുന്നത് ഏത് പ്രദേശത്താണ്? ഉത്തരം ഡെക്കാൻ പീഠഭൂമി. ഭൂവൽക്കത്തിന്റെ താഴെയുള്ള ഭാഗം ഏതാണ്? ഉത്തരം മാൻഡിൽ. അന്താരാഷ്ട്ര മണ്ണ് വർഷത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഉത്തരം ആരോഗ്യമുള്ള ജീവന് ആരോഗ്യമുള്ള മണ്ണ്. കടുവകൾക്ക് എത്ര പല്ലുകളാണുള്ളത്? ഉത്തരം 30. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗസംരക്ഷണ സംഘടന ഏതാണ്? ഉത്തരം പീപ്പിൾ ഫോർ അനിമൽസ്. ആഫ്രിക്കയിലെ വംശനാശ ഭീഷണി നേരിടുന്ന പർവ്വത ഗൊറില്ലകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച് രക്തസാക്ഷിത്വം വഹിച്ച ജീവശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡയാൻ ഫോസി. മുകളിലേക്ക് വലിഞ്ഞു കയറാനുള്ള ജലത്തിന്റെ കഴിവിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം ക്യാപ്പിലാരിറ്റി അഥവാ കേശികത്വം. രാമായണത്തിലെ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ ഏതു വൃക്ഷച്ചുവട്ടിലാണ് രാവണൻ പാർപ്പിച്ചിരുന്നത്? ഉത്തരം ശിംഷിപ വൃക്ഷച്ചുവട്ടിൽ. ഏറ്റവും വടക്കുള്ള തലസ്ഥാന നഗരം? ഉത്തരം ഐലൻഡിലെ റോയിക് ജാവിക്. ഭൂവൽക്കവും മാൻഡിലിന്റെ മുകൾ ഭാഗവും ചേർന്നത് എന്താണ്? ഉത്തരം ലിത്തോസ്ഫിയർ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഉത്തരം സുപ്പീരിയർ തടാകം. ശ്രീലങ്കയുടെ ദേശീയ പുഷ്പം ഏതാണ്? ഉത്തരം നീലാമ്പൽ.
അന്തരീക്ഷ വായുവിൽ കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണ്? ഉത്തരം ഓക്സിജൻ. തായ്ലാൻഡിന്റെ ദേശീയ വൃക്ഷം ഏതാണ്? ഉത്തരം കണിക്കൊന്ന. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? ഉത്തരം കസ്തൂരിമാൻ.